ഞങ്ങൾ പൊതുപ്രവർത്തനം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും ഈ വീട് കച്ചവടം ഇവിടെ നടത്തത്തില്ല. ഞാൻ നോക്കട്ടെ. ഇല്ല ഇല്ലില്ല നിങ്ങൾ ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി. ചേട്ടൻ എന്തിനാ ഇതിനകത്തോട്ട് കയറുന്നത്? വീഡിയോ വീട് കച്ചവടം ഇല്ല ഇവിടെ. വീട് കച്ചവടം ഇവിടെ ഇല്ല. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിക്കേ. ബിഗ് പ്രാങ്ക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കാൻ പാടില്ല. അതൊരു കർശന നിയമമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു കടയിൽ വീടി വാങ്ങാൻ പോയാലോ? വാങ്ങാൻ കിട്ടുമോ? നമുക്കൊന്ന് നോക്കാം. വീഡിയോ ഉണ്ടോ? വീടിയില്ലേ? ഷർട്ടുണ്ടോ? ചേട്ടൻ വീടിയില്ലാത്ത കടയാ. പൈസ ആരാ? എന്താ പോടാ നീ. നീ വാടാ നീ പോടാ നീ പോടാ നീ പോ. ഒരു വീടിയാ ചേച്ചി, ഒരു വീടിയാ ചേച്ചി. വീടി തരുമോ? വീടി തരുമോ? സിഗരറ്റ് ഉണ്ടോ? ഒരു സിഗരറ്റ് താ. ചാച്ചി ഒരു വീടി താ ചാച്ചി. ചായ ഉണ്ടോ? ചായ ഇപ്പൊ ഇല്ല. നീ പോടാ. ചാച്ചി ചാച്ചി ഒരു വീടിയാ. എനിക്കൊരു കേക്ക്. കേക്ക് എത്ര പൈസ ചേച്ചി? 10 രൂപ. വേണ്ട പൈസ എനിക്ക് അങ്ങനെ വേണ്ട. ഇതാ 100 രൂപയ്ക്ക് ബീഡിതാ. 100 രൂപ ബീഡിതാ ചേച്ചി. 100 രൂപ ബീഡിതാ ചേച്ചി. ചായ തരുമോ? ആ ഒരു ചായ തരി. തൊണ്ടേ കുടുങ്ങി വെള്ളം. ഇത് വെള്ളം. ഓ ബീഡി ഉണ്ടോ? ഒരു ബീഡി ഉണ്ടോ? ഒരു ബീഡി 100 രൂപയ്ക്ക് ബീഡിതാ. ബീഡിതാ വീടില്ലേ? വീട് ഉണ്ടാ? സിഗരറ്റ് ഇല്ല? അവരെ വീട്ടിൽ എന്തെല്ലാം സാധനം എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറയും. ഈ മിത്രവാരത്ത് സന്ധ്യയുടെ അപ്പുറത്ത് മറ്റേ റോസ് കളർ പെയിന്റ് ഉള്ള വീട് അറിയാം. അടുത്ത സൈഡ് അങ്ങോട്ട് കയറുന്നു. അവിടെ രാജിച്ചെന്ന് പറയും. രാജിച്ചൻ
ആരും അങ്ങനെ ഇറക്കി വിടുന്നില്ല, ഇത് ഇറങ്ങി പോകുന്നതാ കേട്ടോ. ഇറങ്ങി പോകുന്നതാ. അവിടുന്ന് നടന്നു വരുമോ? കയ്യിലില്ലേ? ഇല്ല. ഇവിടെ സ്കൂളായോണ്ട് വീട് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ സ്കൂളാ. ആ ഇവിടെ സ്കൂളാ. ആര്? സ്കൂള്. അറിയലുണ്ട് വീടി? ഇത് സ്കൂളായത് മനസ്സിലായില്ലേ? അല്ല, സ്കൂളായത്. ഇപ്പൊ വീടിയില്ലേ? ഇല്ല. വീഡിയോ ഒന്നും കൊടുക്കല്ലേ ദേവി? വേണ്ടേ? മറ്റേ ഇതുണ്ടല്ലോ, അതങ്ങനെ അങ്ങനെ പറ്റിയതായി പുള്ളിക്ക്. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്താ. ഞങ്ങൾ വലിയ നല്ല വീടിയാ? ഇല്ലെന്ന്. ഒരു വീടിയാ? ഇല്ല. വീട് ഉണ്ടല്ലോ. ചായ വേണ്ട. ചാച്ചി ഒരു വീഡിയോ ആച്ചി. അയ്യോ ഇവിടെ വീടില്ല. എന്റെ പൊന്നു സഹോദര ഒന്നും എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു. ഒരു വീഡിയോ തരൂ. വീഡിയോ ഉണ്ടോ? ഒരു വീഡിയോ. बीड़ी में नहीं इसमें की എന്തേ? पिया नहीं, बीड़ी नहीं पीता है, വീടി नहीं पीता है भाई. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല. അത് കടക്കാരുടെ പേര് ഈ മനസ്സിലാക്കി. വീട് വലിച്ചതാണ് നീ വീട് ചോദിക്കുന്നത്. ഒച്ചടിച്ച് ഇങ്ങനെ ആയതാ. പറഞ്ഞു വേണമെന്നില്ല, അറിഞ്ഞു വരുന്നില്ല. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ചായ പൈസ വേണ്ട. വേണ്ട. പൈസ ഒന്നും വേണ്ട. എന്നാ ഒരു വീഡിയോ എടുത്താ. ഇവിടെ സത്യം ചേട്ടൻ പൈസ കൊടുക്കുന്നുണ്ട്. എന്നാ ഒരു വീഡിയോ തരൂ. അറിയത്തില്ല, മിത്രപരത്തുള്ളതെന്ന് പറഞ്ഞു. വീഡിയോ ഒരു വീഡിയോ തരാൻ പറ. ഒരു വീഡിയോ തരാൻ പറ. ക്ഷേത്രത്തിൽ വീഡിയോ കൊടുക്കാൻ പറ്റും. ഇവിടെ വീഡിയോ അപ്പൊ സ്കൂളാ വീടിയില്ല. അപ്പുറത്ത് കിട്ടും. അവിടെ കടയുണ്ട്. വീഡിയോ ഇല്ല, കട അവിടെ ഉണ്ട്. എന്നാ ഒരു വീഡിയോ ആണ്. പൈസ തരാണ്. എന്നാ പൈസ അവിടെ കടയുണ്ട്. പൈസ വെച്ചോ. വീഡിയോ വീഡിയോടാ. പൈസ വെച്ചാൽ വീഡിയോ തരാ പോണ. വീഡിയോടാ. പൈസ വെച്ചോണ്ട് വീഡിയോ തരാതെ പോണ. ഏതാ കക്ഷി? ഏതാ വീഡിയോ പൈസ കൊടുത്തത്? വീടറിയോ പിള്ളേർ? വീടറിയോ? പിള്ളേർ കൂടെ കൊണ്ടുവിടാൻ? അയ്യോ ആ വീട്ടിലവിടെ ആരും ഇല്ല. എന്റെ പൊന്നു സഹോദരി സുഖമില്ലാത്തൊരു കക്ഷിയാ. വീട്ടിൽ പോക്കാട്ടെ. വീഡിയോ ഞാൻ സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങിയാ നോക്കുമ്പോ അടുത്തറിയോ? എനിക്കറിയാം. ഇതെന്താ അവിടെ നിന്ന് ഇറങ്ങി ഓടിയേ? നീ പോടി. ഉണ്ടോ? വീടറിയോ? അടുത്ത വീടറിയോ പിള്ളേർ? അറിയാം. ഞാനിപ്പോ അവരുടെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്. നമ്പര് ഞാനിപ്പോ അവരെ വിളിച്ചോ? ഈ നമ്പറില്ല. ഞാനിപ്പോ ഇവിടെ കനാലിന്റെ അവിടെ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വീട് അറിയാൻ വീട്ടിൽ വിളിച്ചു പറ. പുള്ളിക്ക് വയ്യാത്ത കാണിക്കുന്നു. അല്ലെ ഓട്ടോ എല്ലാം വിളിച്ചാൽ കൊടുത്തു. ആരുണ്ട് അവിടെ വീട്ടിൽ? അവിടെ ആരും ഇല്ല. അപ്പൊ എന്നെ ആണെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ചായ പൈസ വേണ്ട. പൈസ തന്നു. ഞങ്ങൾ വിളിക്കണോ? നിക്ക് ഞാൻ വിളിക്കുവാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിന് അപ്പുറത്താണ് ഈ പുള്ളിക്കാരൻ താമസിക്കുന്നത്. അപ്പൊ അവിടെ ആണെങ്കിൽ അവരെല്ലാരും ഉണ്ടായിരുന്നു അവിടെ. എന്നെ ഒന്ന് ഏൽപ്പിച്ചിട്ട് വന്ന് ശ്രദ്ധിച്ചോണേ മോളെ എന്ന് പറഞ്ഞു. അവർ എവിടെ പോയി എനിക്ക് അറിയില്ല. ചേട്ടനെ കടയിലുള്ളതാണോ? അപ്പൊ കണ്ടിട്ടില്ലേ നിങ്ങള്? ഇല്ല, അവിടെ അവര് പുതിയ താമസക്കാരാ. ഞാനും അവിടെ പുതിയ വന്നിട്ട് ഇപ്പൊ 2-3 മാസം ആയതേ ഉള്ളൂ. മനസ്സിലായ? അപ്പൊ ഈ പുള്ളിക്കാരൻ ഒന്ന് ശ്രദ്ധിച്ചോണേന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ വിടാനായിട്ടെല്ലാം ഒരിക്കലും ഇറക്കി. കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് എനിക്ക് അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചു അങ്ങോട്ട്. എന്റെ വണ്ടി അവിടെ നിന്നോട്ട് കയറുന്നില്ല. അവിടെ കയറ്റത്തൊന്നും ഇങ്ങോട്ട് കയറുന്നില്ല. അവിടെ നിന്നോട്ട് ഇവിടെ സംസാരം കേൾക്കാം. ഞാൻ വിളിക്കട്ടെ അവരെ. ഞാൻ എടുത്ത് നോക്കട്ടെ. ഞാൻ കയറി നോക്കട്ടെ. ചേട്ടൻ കേറണ്ട അവിടെ നിൽക്കേ. ചേട്ടാ അവിടെ നിന്നേ. ആ ചേട്ടൻ പറഞ്ഞ് കയറി നോക്കി എടുക്കാം. ഒരു വീഡിയോ വെച്ച് തരില്ലെന്ന് പറഞ്ഞാ
ചേട്ടാ വെളിയില്ലെന്നല്ലേ പറഞ്ഞു കൊടുത്തത്? എത്ര നേരം പറഞ്ഞു കൊടുത്തത്? മര്യാദയ്ക്കല്ലേ പറഞ്ഞു കൊടുത്തത്? ഇങ്ങനെ പറഞ്ഞു വിടാനുള്ള നിങ്ങൾ എന്തിനു വന്നു കൊടുത്തത്? സത്യം പറയാം, സമാധാനത്തിൽ പോടാ ഓ പോടാ ഓ പോടാ. അന്ന് ആ ശാമിനെ വല്ലതും വിളിയാണ് അവനാകുമ്പോ ഒന്ന് വിളിച്ചോണ്ട് പോയിക്കോളൂ. അമ്മ വീഡിയോ വെച്ച് തരണില്ല. വരുന്ന വള്ളിക്കെട്ട് മൊത്തം ഇങ്ങോട്ടാ വരുന്നത്. സത്യം പറയട്ടെ, എന്തൊരു അവര് വീടി തരാ എനിക്ക് തരണില്ല വീടി. ആ കവർണാക്ക് നിറച്ച് ബീഡിയാ വേണമെങ്കിൽ വാങ്ങിച്ചു. ഇങ്ങനെ തെറ്റാലും കൊണ്ടായിരുന്നു പോയെ. ആ തെറ്റാലൊഴിച്ച് കല്ലിലെടുത്ത് എറിഞ്ഞ ആ കടയുടെ സാധനങ്ങളല്ലേ ഇതെടുത്ത ചില്ലൂടൊക്കെ തല്ലി പൊട്ടിച്ച്. എന്നാലും ചോദിക്കുക അവരെടുത്ത് പൊതിരി അങ്ങ് ചാർത്തി. അങ്ങനെ അവർ വീട്ടിൽ കെട്ടിയിട്ടൊന്നുമില്ല, വീട്ടിൽ തിട്ടേക്കുമായിരുന്നു. അവർ കഥ തുറക്കത്തില്ല. ഇന്ന് അവർ എവിടെ പോയേക്കുമായിരുന്നു. അപ്പൊ എന്നോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കണേ മോളെ എന്ന് പറഞ്ഞു. എന്റെ കണ്ണൊന്ന് അവര് വെളിയിൽ ഇറക്കിയില്ല. കണ്ട ഈ പൈസ എവിടുന്ന് കെട്ടി? പൈസ എന്റെ പൈസ എന്റെ പൈസ ഒന്നുമില്ല. പൈസ കൊടുക്കത്തില്ല. പൈസയും കൊണ്ട് ബീഡി വാങ്ങിക്കാൻ പോകുന്നവർക്ക് അറിയാം. കാരണം എന്തെങ്കിലും കൊണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടല്ലേ. അതൊരു കേസൊക്കെ കൊടുക്കാൻ പോയായിരുന്നു. ഈ മനുഷ്യൻ ഒറ്റയെടുത്തും കാണില്ലേ അവർക്ക് കേസൊക്കെ ആകേണ്ടി വരുന്നത്. ഇത് വട്ടമൊന്നുമില്ല, ഇതൊക്കെ അഭിനയം. നല്ല വീട്ടിലേക്കാ കയ്യിരിപ്പ് മോശമാന്നേ ഉള്ളൂ. അല്ലല്ല ഇത് പറയുന്നേക്ക്. ഇത് കേന്ദ്ര വിദ്യാലയം, BEd സെന്റർ, ഇത് IHRD കോളേജ്, ഇതെല്ലാം സ്കൂളാ. ഇവിടെ ഈ കട തുടങ്ങി അന്ന് മുതൽ ഇതുവരെ വീട് വെച്ചിട്ടില്ല. BD സിഗരറ്റും ഇല്ല. കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളൊക്കെ ആളാ, മനസ്സിലായോ? ആ ഏരിയയിൽ അങ്ങ് ഇവിടെ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുന്നവരാ. ഞങ്ങൾ പൊതുപ്രവർത്തനം ചെയ്യുന്നവരാ. ഞങ്ങൾ ഒരിക്കലും ഈ വീട് കച്ചവടം ഇവിടെ നടക്കത്തില്ല. ചായ മുറുക്കാനും ഒക്കെ അല്ലാതെ ഞാൻ നോക്കട്ടെ. ഇല്ല ഇല്ലില്ല. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി. ചേട്ടൻ എന്തിനാ ഇതിനകത്തോട്ട് കയറുന്നത്? വീഡിയോ വീടി കച്ചവടം ഇല്ല ഇവിടെ. വീടി കച്ചവടം ഇവിടെ ഇല്ല. ചേട്ടൻ അല്ല ഇങ്ങനൊക്കെ നമ്മള് ഇതുവരെ നോക്കിയിരുന്നത് പറഞ്ഞല്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അല്ല നിങ്ങൾ എന്തിനാ? നിങ്ങൾ വീട്ടിൽ പോ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. വരുന്നോ? നീ പോടിന്നാ. ഇത് ആരെങ്കിലും വിളിക്കുമ്പോ അറിയുന്നവര് വിളിക്കും. നീ പോടാ എന്നാ പറയുന്നത്. ഞാൻ അവരെ വിളിച്ചിട്ട് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് വന്ന നെറ്റ്വർക്ക് ഇല്ല, പരിധിക്ക് പുറത്തെന്ന് പറയുന്നവര് കേട്ടാ. ഞങ്ങളൊന്നും ആരും ആക്രമണം ചെയ്യുന്ന കക്ഷികളല്ല, അതുകൊണ്ടാ പറഞ്ഞു. ചേട്ടൻ പോവാൻ നോക്ക. ഞങ്ങൾ വീട് ഇവിടെ കച്ചവടം ഇല്ല. ചേട്ടൻ പോവാൻ നോക്കണം. എന്റെ പൊന്നേട്ടാ, അവരുള്ള സാധനങ്ങൾ കൊണ്ട് അവര് വയറ്റിപ്പഴപ്പ് ജീവിക്കുന്നവരാ, മനസ്സിലായോ? ആ നിങ്ങൾ വന്ന് അവരുടെ കഞ്ഞിൽ പാറ്റിയിട്ടാ നിങ്ങൾ പോച്ചല്ലേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും. വീഡിയോ വരിക്കാൻ വേണ്ടിട്ടല്ലേ ഒരു വീഡിയോ ചോദിച്ചത്. കടയുണ്ട് ഈ സ്കൂളിൽ അവിടെ മാത്രമേ ഉള്ളില്ലാത്ത, മനസ്സിലായില്ലയോ? അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, അതിന് തൊട്ട് ഫ്രണ്ടിൽ കച്ചവടമൊക്കെ ഉണ്ട്. പുകവലി നിരോധനമാണ്. സ്കൂള്, കോളേജ്, മുറുക്കാൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നിരോധനമാണ് ഇവിടെ. ഇതുവരെ ബീഡിയും കച്ചവടം ഇല്ല, ബീഡി സിഗരറ്റും ഇല്ല. ഞങ്ങൾ 2 പിള്ളേരെ വളർത്തുന്നു, അതുകൊണ്ടാ. പറഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടാവും. ഞാൻ കയറി നോക്കട്ടെ. ചേട്ടാ പോക്കി അവിടെ ഇതിനകത്തോട്ട് കയറണ്ട, ഇതിനകത്തോട്ട് കയറണ്ട. വെളിയിൽ നിന്നുള്ള അങ്ങോട്ട് ഇറങ്ങിക്കേ. ചേട്ടാ തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ? അങ്ങനെ മേടിച്ചേ പോത്തോളൂ. ചേട്ടാ നിക്ക് അടിക്കല്ലേ. പറഞ്ഞോട്ടെ ചേട്ടാ, ഇതൊരു പ്രോഗ്രാമാണ്. ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്, അല്ലാതെ വീഡിയോ വാങ്ങിക്കാൻ വന്നതൊന്നുമല്ല. ഇതൊരു ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. അപ്പോൾ സാധാരണ സ്കൂളുകളുടെ നടയിൽ സിഗരറ്റോ വീഡിയോ പുകയിലോ ഉൽപ്പന്നങ്ങളോ വിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനെ കുറിച്ചൊരു അവയർനെസ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? നിങ്ങൾ എത്ര വർഷം കൊണ്ട്? 20 വർഷമായിട്ട് സിഗരറ്റ് ഒന്നുമില്ല ഇവിടെ കൊടുക്കാൻ പാടില്ല. ഇങ്ങോട്ട് നിൽക്കും. പോലീസ് ഇതിൻ്റെ ഇടയ്ക്ക് റെയ്ഡിന് വന്നിരുന്ന അതിപ്പോഴല്ല
ആരോണ്ട് ചെന്ന് പറഞ്ഞു എന്താ പറഞ്ഞു? ആരോണ്ട് ചെന്ന് പറഞ്ഞു ഇവിടെ സിഗരറ്റ് കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി വന്ന് പരിശോധിച്ച് ഇവിടെ അതിനകത്ത് കയറി. അന്ന് ഇവിടെ ആയിരുന്നു കട. ആ സമയത്തെല്ലാം പരിശോധിച്ചു. പുള്ളിക്ക് ബോധ്യപ്പെട്ടു. രണ്ടോ പുള്ളിയെ തെറ്റിദ്ധരിപ്പിച്ചതാ. പരിശോധിച്ചപ്പോ ഒന്നും അപ്പൊ ഇവിടെ സ്കൂളിന്റെ പരിസരത്ത് സിഗരറ്റോ വീഡിയോ പുകയില ഉൽപ്പന്നങ്ങളോ ഒന്നും പാടില്ല എന്ന് കൃത്യമായിട്ട് പാലിക്കുന്ന വ്യക്തികളാണ്. എങ്കിലും ഒരു വീഡിയോ ഇല്ല. ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ഞങ്ങളിന്ന് പ്രാങ്കുമായിട്ട് നിൽക്കുന്നത് പുന്നക്കുന്നം ഹൈസ്കൂൾ ജംഗ്ഷന് സമീപമാണ്. ഈ ലഹരി വസ്തുക്കൾ, അതായത് പുകയില ഉൽപ്പന്നങ്ങൾ കടകളിൽ സ്കൂൾ പരിസരങ്ങളിൽ വിൽക്കാൻ പാടില്ല എന്നതിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഇങ്ങനെ ഈ കടയോട്ട് ബന്ധപ്പെട്ട് വന്നത്. ചേട്ടാ, ഈ കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? 10 വർഷമായി. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ സിഗരറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടോ? സിഗരറ്റും ഇല്ലായിരുന്നു. പക്ഷെ ആരാണ്ടോ ഒരു പോലീസിനെ ഇൻഫർമേഷൻ ചെയ്ത് കൊടുത്ത് ഇവിടെ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിയെ തെറ്റിദ്ധരിപ്പിച്ചതാ. പുള്ളി ഇവിടെ വന്ന് എന്നോട് ചോദിച്ചു സിഗരറ്റ് കച്ചവടം ഉണ്ട്. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു സാറ് അകത്ത് കയറി നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് പുള്ളിക്കാരൻ തന്നെ അകത്ത് കയറി നിന്ന് എല്ലാം വലിച്ചു കാരി നോക്കിയിട്ട് സാറൊന്നും കണ്ടില്ലായിരുന്നു. ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? രാജൻ. അനിത. ബിഗ് പ്രാങ്ക്സിൻ്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. SK ശ്രീകുമാർ സൗദി നൽകുന്ന ക്യാഷ് പ്രൈസ്. ഗ്രേസൻ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഞാൻ കുറച്ച് കഴിഞ്ഞൊരു വീഡിയോ വാങ്ങിക്കാൻ വരും. ഒരു കെട്ട് വീഡിയോ എടുത്ത് വെച്ചേക്കണം കേട്ടോ. ഒരു കാര്യം കൂടെ ചോദിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ പ്രോഗ്രാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇടുന്നതിൽ? ഒരു തടസ്സമില്ലല്ലോ, ധൈര്യമായിട്ട് ഇടാമല്ലോ. ഓക്കെ.